സ്വർണ്ണക്കടത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റിലായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി DRI. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ ഇവർ മുൻപും സ്വർണം കടത്തിയതായി വിലയിരുത്തുന്നു. വിമാനത്താവളത്തിലെ മുൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ സേതു സന്തോഷ്, ഗോകുൽ എന്നിവരെയും സ്വർണ്ണക്കടത്ത് സംഘത്തിലെ അംഗം മലയാറ്റൂർ സ്വദേശി ജെറിൻ ബൈജുവിനെയുമാണ് DRI കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഡാനി പോൾ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, മുൻപും ഈ വിമാനത്താവളം വഴി, നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ ഈ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു, അവരുടെ അറിവോടെ സ്വർണം കടത്തി എന്ന് ഈ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മുൻപ് പിടികൂടിയിട്ടുള്ള അതല്ലെങ്കിൽ സ്വർണം കടത്തിയിട്ടുള്ള മറ്റു പല കേസുകളും വിശദമായി പരിശോധിക്കേണ്ടതല്ലേ? ആ രീതിയിലുള്ളൊരു നീക്കത്തിലേക്ക് DRI കടന്നിട്ടുണ്ടോ? ടോം, കഴിഞ്ഞിടെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് അറസ്റ്റ് ഉണ്ടാകുന്നതിന് ശേഷമാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് DRI കടക്കുകയും ചെയ്യുന്നത്. മാത്രവുമല്ല, ഇതിനകത്ത് വെച്ച്, അതായത് വിമാനത്താവളത്തിനകത്ത് തന്നെയാണ് ഇതിൻ്റെ ഒരു കണ്ണികൾ ഉള്ളത് എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം DRIക്ക് ലഭിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് അന്വേഷണവും നിരീക്ഷണവും എല്ലാം തന്നെ ശക്തമാക്കുകയും ഇപ്പോൾ 3 പേരുടെ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുത്ത് പറയേണ്ടത്. കാരണം ഇങ്ങനെ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ പലരും തന്നെ ഇത്തരം റാക്കറ്റുകളുടെ ഭാഗമായി മാറുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ മാറുന്നു എന്നതാണ്. നേരത്തെയും ഉദ്യോഗസ്ഥർ പ്രതിയാകുന്നത് സംബന്ധിച്ച കേസുകൾ ഉണ്ടാകുക, അതൊന്നും പുതുമയുള്ള ഒരു കാര്യവുമല്ല. നേരത്തെ നെടുമ്പാശ്ശേരിയുമായി ബന്ധപ്പെട്ട കസ്റ്റംസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റാവുന്ന സാഹചര്യങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനും ഇപ്പുറത്തേക്ക് മറ്റ് ആളുകൾ കൂടി ഇതിൻ്റെ ഒരു ഭാഗമാകുന്നു എന്നതാണ്. ഇതിപ്പോൾ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഈ സ്വർണ്ണക്കടത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത്. ഇവർ കൈകാര്യം ചെയ്യുന്ന 1400 ഗ്രാം സ്വർണ്ണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ചെടുക്കുകയും പിന്നീട് ഇതിൻ്റെ അന്വേഷണങ്ങളിലേക്ക് വിശദമായി കടക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ പിടിയിലായ 3 പേരെയും തന്നെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ വരും ദിവസങ്ങളിൽ തന്നെ DRI അടക്കം കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് ലഭ്യമാകുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. കാരണം ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പ്രവർത്തിക്കുന്നത് എന്നത് സംബന്ധിച്ച് പലപ്പോഴും ഇവർ ഈ മധ്യവർത്തികളാകുക എന്നതാണ്. പക്ഷെ വളരെ നിർണായകമായ റോൾ അതാണ് വിശദമായി പരിശോധിക്കേണ്ടത്. സാധാരണ നമുക്കറിയാം, ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ പിടികൂടുമ്പോൾ അതിനെ ഈ കടത്തിയവർ മാത്രമാണ് പലപ്പോഴും പിടിയിലാകുന്നത്, അവർക്കെതിരെ മാത്രമാണ് നടപടിയും ഉണ്ടാകാറുള്ളത്. അതിനപ്പുറമുള്ള അന്വേഷണം പോലും പലപ്പോഴും നടക്കാറില്ല. ഈ ഒരു കേസിന്റെ ഒരു പശ്ചാത്തലം വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ഇതിന് പിന്നിൽ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട് എന്ന് പരിശോധിക്കേണ്ടതല്ലേ? കാരണം ഈ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അവരുടെ പങ്ക്, അവരുടെ ഇതിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടോ? ആരാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ? ഇക്കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടോ ഡാനി? ടോം, ഇതിൽ ആരോഗ്യവകുപ്പിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ നേരത്തെ തന്നെയും പോലീസ് DRI പിടികൂടിയിരുന്നു. ലിബിൻ ബോഡി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ DRI പിടികൂടിയതിനു ശേഷമാണ് ഇത് സംബന്ധിയായ കൂടുതൽ അന്വേഷണങ്ങളിലേക്കടക്കം കടക്കുകയും ചെയ്തിരുന്നത്. ഇയാളിൽ നിന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ, സ്ഥിരീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇവരുടെ ഒരു നീക്കം, ഈ സംഘത്തിൽപ്പെട്ടവരുടെ നീക്കമെല്ലാം രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ അറസ്റ്റിലേക്ക് അടക്കം എത്തിയിരിക്കുന്നത്. എങ്കിലും ഇവർ ഇതിനകത്ത് പുറത്തൊക്കെ സാധനങ്ങൾ, അത് ഗോൾഡ് അടക്കം പുറത്തേക്ക് കൊണ്ടുവരിക എന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇവർക്ക് ആര് നിർദ്ദേശങ്ങൾ നൽകുന്നു എന്നത് ഇത് അവരിലേക്ക് എത്തണം. അതോടൊപ്പം തന്നെ പുറത്ത് ഈ സ്വർണം ആര് കൈകാര്യം ചെയ്യുന്നു എന്നതിലേക്കും എല്ലാം തന്നെ എത്തേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ഇതിനു മുൻപ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസുകൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോഴോ അത്തരം കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഈ 2 ഭാഗങ്ങൾ സംബന്ധിച്ച വലിയ രീതിയിലുള്ള ഒരു അന്വേഷണങ്ങൾ കൃത്യമായി നടക്കാറില്ല എന്നത് പരമമായൊരു സത്യമാണ്. കാരണം ഒരു അന്വേഷണ ഏജൻസിയും അത്തരം ആളുകളിലേക്ക് കടന്നു ചെല്ലാറില്ല. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ അധിക ദൂരം പോകാറില്ല എന്നതാണ്. ആർക്ക് വേണ്ടി കൊണ്ടുവരുന്നു, ആര് കൊടുത്തുവിട്ടു, അത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു അന്വേഷണങ്ങൾ പോകാറില്ല. പലപ്പോഴും ഇത്തരം കാരിയേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, ഈ ഇടപാടുകാർ, ഇവരൊക്കെ തന്നെയാണ് ഇതിൽ പിടിയിലാകുന്നതും അത് കുറച്ച് നാൾ കൊണ്ട് അത് അവസാനിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കടക്കമാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്.
ഈ കേസിൻ്റെ ഭാവി എന്താണെന്നത് നമുക്കിപ്പോൾ പറയുവാനും കഴിയില്ല. കൂടുതൽ അന്വേഷണങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടാകുമെന്ന് പറയുന്നു. ഇനി കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം ഇത്തരം കാര്യങ്ങളിലുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. ഈ റാക്കറ്റിനെ എത്രമാത്രം അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയുള്ള അന്വേഷണത്തിലടക്കം തെളിയേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വൈകാതെ DRI അടക്കം അവരെ കസ്റ്റഡിയിൽ വാങ്ങും, ചോദ്യം ചെയ്യാനടക്കമുള്ളൊരു കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് തന്നെയാണ് സൂചന. ഒരിടവേളയ്ക്ക് ശേഷം നെടുമ്പാശ്ശേരിയുമായി ബന്ധപ്പെട്ട് ഇത്തരം ഈ ഉദ്യോഗസ്ഥരടക്കം കണ്ണികളാകുന്ന ഈ സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. വരും ദിവസങ്ങൾ ഒരുപക്ഷെ ഇതിൽ കൂടി ഒരു അപ്ഡേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. ടോം, വിശദമായി പരിശോധിക്കേണ്ടതാണ്. കാരണം നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ അവിടുത്തെ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്ന് പറയുന്നത് ഏറെ ഗൗരവമുള്ള വിഷയമാണ്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയാണ് DRIയും പങ്കുവയ്ക്കുന്നത്.